മനുഷ്യ മനസ്സിനെയും പെരുമാറ്റത്തെയും കുറിച്ചിട്ടുള്ള സയൻറ്റിഫിക് സ്റ്റഡിയാണ് സൈക്കോളജി. ജീവജാലങ്ങളെയും അവയുടെ ജൈവികമായിട്ടുള്ള സവിശേഷതകളെയും കുറിച്ചിട്ടുള്ള സയൻറ്റിഫിക് സ്റ്റഡിയാണ് ബയോളജി. എന്നാൽ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബയോളജിക്കലായ സൈക്കോളജിയെ പറ്റിയാണ്. എന്ന് വെച്ചാൽ നമ്മുടെ ചിന്തകൾക്കും അനുഭവങ്ങൾക്കും നമ്മുടെ ബിഹേവിയറിനും പിന്നിലുള്ള ബയോളജിക്കൽ റൂട്ട്സ് അഥവാ ജീവശാസ്ത്രപരമായിട്ടുള്ള കാരണങ്ങളെപ്പറ്റി. തീർച്ചയായിട്ടും ഈ ഒരു വിഷയത്തെപ്പറ്റി സംസാരിക്കുമ്പോൾ നൂറ്റാണ്ടുകളോളം ഫിലോസഫേഴ്സിനെയും സയൻറ്റിസ്റ്റുകളെയും കുഴക്കിയിരുന്ന ഒരു പഴയ പ്രോബ്ലത്തെ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടതുണ്ട്. അതാണ് മൈൻഡ് ബോഡി പ്രോബ്ലം. അഥവാ നമ്മുടെ മനസ്സ് അല്ലെങ്കിൽ നമ്മുടെ മനസ്സും ശരീരവും വേറെ വേറെ എൻറ്റിറ്റീസ് ആണോ അതോ രണ്ടും ഒന്നാണോ എന്നതിനെ പറ്റിയുള്ള ഒരു സംശയമാണത്. കൃത്യമായിട്ട് പറഞ്ഞാൽ മൈൻഡ് എന്ന് പറയുന്നത് ഒരു സ്പിരിറ്റ് അഥവാ ആത്മാവ് എന്നൊക്കെ പറയുന്നത് പോലെ നമ്മുടെ ഈ ശരീരത്തിനുള്ളിൽ താമസിക്കുന്ന ഒരാളാണോ അതോ ഈ മനസ്സും ശരീരവും ഒരേ റിയാലിറ്റിയുടെ രണ്ട് ആസ്പെക്ട്സ് മാത്രമാണ്. ഈ ഒരു തർക്കത്തിൻ്റെ ഹിസ്റ്ററി വളരെ പഴയതാണെങ്കിലും ഈ പ്രശ്നത്തിന് ഒരു മോഡേൺ ആയിട്ടുള്ള കാഴ്ചപ്പാട് നൽകിയിട്ടുള്ളത് 17-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഫ്രഞ്ച് ഫിലോസഫറായ റേനെ ഡെക്കാർട്ടാണ്. അദ്ദേഹം ഡ്യുവലിസം എന്നൊരു ഐഡിയ പ്രൊപ്പോസ് ചെയ്തു. അതായത് നമ്മുടെ ചിന്തകളും ഭാവനകളൊക്കെ ഉണ്ടാകുന്ന മൈൻഡും നമുക്ക് കാണാനും തൊടാനും പറ്റുന്ന ഫിസിക്കലായിട്ടുള്ള ബോഡിയും ഡിസ്റ്റിങ്ക്റ്റ്ലി വേറെ വേറെയാണ്. എന്നാൽ അവ തമ്മിൽ ഇൻട്രാക്ട് ചെയ്യുന്നുണ്ട്. അത് നമ്മുടെ തലച്ചോറിലെ ഒരു ചെറിയ ഭാഗമായിട്ടുള്ള പീനിയൽ ഗ്ലാൻഡ് വഴിയാണ് എന്നാണ് അദ്ദേഹം വിശ്വസിച്ചിട്ടുണ്ടായിരുന്നത്. മൈൻഡ് എന്നത് ഒരു സ്പിരിച്വൽ എൻറ്റിറ്റി ആണെന്നും ബോഡി ഒരു മെക്കാനിക്കൽ സിസ്റ്റം ആണെന്നുമായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു കാഴ്ചപ്പാട്. എന്നാൽ കഴിഞ്ഞ ഒരു 100 വർഷത്തിനിടയിൽ ന്യൂറോ സയൻസ്, ജെനറ്റിക്സ്, ഫാർമക്കോളജി പോലെയുള്ള ഫീൽഡുകളിൽ ഉണ്ടായിട്ടുള്ള പുരോഗതികളൊക്കെ കാരണം ഈ ഒരു ഡിവിഷൻ, അതായത് മൈൻഡും ബോഡിയും വേറെ വേറെയാണ് എന്നുള്ളൊരു കാഴ്ചപ്പാട് ഒരു ഇലൂഷൻ മാത്രമായിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ന്യൂറോ സയൻസ് ഇപ്പോൾ ഒരു മോണിസ്റ്റിക് വ്യൂവിലേക്ക്, അതായത് മൈൻഡും ബോഡിയും ഒരേ കാര്യത്തിൻ്റെ അല്ലെങ്കിൽ ഒരേ റിയാലിറ്റിയുടെ രണ്ട് ഡിഫറെൻ്റ് തലങ്ങൾ മാത്രമാണ് എന്നൊരു ധാരണയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഈ ഒരു കാഴ്ചപ്പാടനുസരിച്ച് നോക്കിയാൽ നമ്മുടെ തോട്ട്സ്, നമ്മുടെ ഫീലിങ്സ്, ഡിസിഷൻസ്, നമ്മുടെ സെൻസ് ഓഫ് സെൽഫ് ഇതൊന്നും മിസ്റ്റിക്കലായ കാര്യങ്ങളല്ല, മറിച്ച് ഇതൊക്കെ നമ്മുടെ ബ്രെയിനിലും ബോഡീസിലൊക്കെ നടക്കുന്ന ബയോളജിക്കലായ പ്രോസസ്സുകളുടെ ഒരു പ്രൊഡക്റ്റാണ്. അതുകൊണ്ടാണ് മനഃശാസ്ത്രം എന്നത് ജീവശാസ്ത്രം കൂടിയാണ് എന്ന് പറയുന്നത്. സോ ബയോളജി മനസ്സിലാക്കാതെ മനുഷ്യ സ്വഭാവത്തെയും മനുഷ്യ മനസ്സിലെയും പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള കമ്പ്യൂട്ടർ പ്രോഗ്രാം, ഒരു പവർഫുൾ ആയിട്ടുള്ള AI ആണെന്ന് വിചാരിക്കാം. അത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കണമെങ്കിൽ അത് റൺ ചെയ്യുന്ന ഹാർഡ്വെയറിനെ പറ്റി അറിയാതെ പറ്റുമോ? സംശയമല്ലേ? നിങ്ങൾക്ക് സ്ക്രീനിൽ നോക്കിയിട്ട് അതിൻ്റെ ഔട്ട്പുട്ട്സ്, അതിൻ്റെ ബിഹേവിയറൊക്കെ ചിലപ്പോൾ ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റും. പക്ഷേ അതിൻ്റെ ഫണ്ടമെൻ്റൽ മെക്കാനിസം അഥവാ ശരിക്കും അത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ള കാര്യം നമുക്ക് മിസ് ചെയ്യും. അതുപോലെ തന്നെയാണ് ഹ്യൂമൻ ബിഹേവിയറിൻ്റെ കാര്യവും. നമ്മൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ബിഹേവ് ചെയ്യുന്നത്, തിങ്ക് ചെയ്യുന്നത്, ഫീൽ ചെയ്യുന്നത് എന്നൊക്കെ അറിയാൻ ശ്രമിക്കുമ്പോൾ നമ്മൾ വെറുതെ സർഫസിൽ മാത്രം നോക്കിയാൽ പോരാ, മറിച്ച് നമ്മൾ ആ ബയോളജിക്കൽ സബ്സ്ട്രേറ്റിലേക്ക് കൂടി തീർച്ചയായിട്ടും നോക്കേണ്ടതുണ്ട്. സോ ഈ വീഡിയോയിൽ നമ്മൾ ബിഹേവിയറിനെ അതിൻ്റെ ഏറ്റവും ഫൗണ്ടേഷണലായിട്ടുള്ള ബയോളജിക്കൽ കമ്പോണൻസിലേക്ക് ചെന്ന് പരിശോധിക്കാൻ പോവാണ്. അപ്പോൾ ഈ വീഡിയോ മുഴുവൻ കണ്ടു കഴിയുമ്പോൾ ഹ്യൂമൻ സൈക്കോളജിയുടെ ഓരോ ആസ്പെക്ട്സും, അത് സ്നേഹം മുതൽ പേടി വരെ, മെമ്മറി മുതൽ മാനസിക രോഗങ്ങൾ വരെ എല്ലാം നമ്മുടെ ബയോളജിയിൽ റൂട്ടഡ് ആണെന്ന് നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റും. മൈ നെയിം ഈസ് അജു. വെൽക്കം ബാക്ക് ടു ദ ചാനൽ. നമ്മൾ തുടങ്ങുന്നത് ഒരു മൈക്രോസ്കോപ്പിക് ലെവലിൽ നിന്നാണ്, അഥവാ ന്യൂറോൺ എന്നറിയപ്പെടുന്ന കോശങ്ങളിൽ നിന്ന്. ഇവരെ വെറും കോശങ്ങളെന്ന് പറഞ്ഞാൽ പോരാ, ഇവരെ നമുക്ക് സ്പെഷ്യലൈസ്ഡ് കമ്മ്യൂണിക്കേഷൻ മെഷീൻസ് എന്ന് തന്നെ വിളിക്കാം. കാരണം ഒരു സൂപ്പർ കമ്പ്യൂട്ടറിലെ സോഫിസ്റ്റിക്കേറ്റഡ് ആയ വയേഴ്സും സ്വിച്ചസും ഒക്കെ പോലെ നമ്മുടെ ബ്രെയിനിലും ബോഡിയിലും ഇൻഫർമേഷൻസ് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ഫണ്ടമെൻ്റൽ യൂണിറ്റ്സ് ആണ് ഈ ന്യൂറോൺസ്. നിങ്ങളുടെ ചിന്തകളും നിങ്ങളുടെ വികാരങ്ങളും ശരീരത്തിൻ്റെ ഓരോ ചലനങ്ങളും ഓർമ്മകളും ഒക്കെ ഉണ്ടാകുന്നത് ഈ അത്ഭുത കോശങ്ങളിൽ നിന്നാണ്. മനുഷ്യൻ്റെ ബ്രെയിനിൽ മാത്രം ഏകദേശം 86 ബില്യൺ ന്യൂറോണുകൾ ഉണ്ടെന്നാണ് കണക്കാക്കുന്നത്. അതായത് നമുക്ക് മനുഷ്യർക്ക് സങ്കല്പിക്കാൻ കഴിയുന്നതിലും എത്രയോ സങ്കീർണമായിട്ടുള്ള ഒരു വലിയ നെറ്റ്വർക്കാണ് നമ്മുടെ ഉള്ളിലുള്ളത്. നമുക്ക് ആദ്യം ഈ ന്യൂറോണുകളുടെ സ്ട്രക്ചർ
അഥവാ ഘടനയും അതിൻ്റെ ഫങ്ഷൻസും വേഗത്തിലൊന്ന് മനസ്സിലാക്കാം. ഇതറിയാതെ നമ്മൾ മുൻപോട്ട് പോയാൽ അത് അക്ഷരങ്ങൾ അറിയാതെ ബുക്ക് വായിക്കാൻ നോക്കുന്നത് പോലെയാവും. ഒരു ന്യൂറോണിൻ്റെ ഘടന വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ നമുക്കതിനെ ഒരു മരത്തിനോട് ഉപമിക്കാവുന്നതാണ്. ഡെൻഡ്രൈറ്റുകളാണ് ഒന്നാമത്തേത്. ഇതിനെ നമുക്ക് മരത്തിൻ്റെ ശാഖകളോട് ഉപമിക്കാം. മരച്ചില്ലകളൊക്കെ പോലെ ഇങ്ങനെ പുറത്തേക്ക് പടർന്നു നിൽക്കുന്നവയാണവ. ഇവയുടെ ജോലി എന്താണെന്ന് വെച്ചാൽ മറ്റ് ന്യൂറോണുകളിൽ നിന്ന് വരുന്ന സിഗ്നലുകളെ സ്വീകരിക്കുക എന്നുള്ളതാണ്. അതായത് ഇൻകമിങ് സിഗ്നൽസിനെ റിസീവ് ചെയ്യുക. ന്യൂറോണിൻ്റെ ആൻറ്റിലകളാണ് ഈ ഡെൻഡ്രൈറ്റുകൾ എന്ന് വേണമെങ്കിൽ പറയാം. രണ്ടാമത്തേത് സോമ അഥവാ സെൽ ബോഡി എന്ന് പറയും. ഇതൊരു മരത്തിൻ്റെ തടി, ട്രങ്ക് പോലെയാണ്. അല്ലെങ്കിൽ കമ്പ്യൂട്ടറിൻ്റെ ഭാഷയിലൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂറോണിൻ്റെ സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ് CPU ആണെന്ന് പറയാം. കോശത്തിൻ്റെ ന്യൂക്ലിയസും അതുപോലെ തന്നെ ഒരു ന്യൂറോണിനെ ജീവനോടെയും ആക്റ്റീവായിട്ടും നിലനിർത്താൻ വേണ്ട എല്ലാ കാര്യങ്ങളും ഇതിലാണുള്ളത്. പുറത്തുനിന്ന് വരുന്ന സിഗ്നലുകളെല്ലാം ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത് ഈ സെൽ ബോഡിയാണ്. ആക്സോൺ ആണ് അടുത്തത്. ഇത് സെൽ ബോഡിയിൽ നിന്ന് നീളത്തിൽ പോകുന്ന ഒരു വാല് പോലെയുള്ള ഭാഗമാണ്. ഇതിൻ്റെ പ്രധാനപ്പെട്ട ജോലി എന്താണെന്ന് വെച്ചാൽ ഇലക്ട്രിക്കൽ സിഗ്നലുകൾ, അഥവാ നമ്മളതിനെ ആക്ഷൻ പൊട്ടൻഷ്യൽ എന്നാണ് വിളിക്കുക, ആ സിഗ്നലുകളെ വളരെ ദൂരത്തേക്ക് അയക്കുക, ട്രാൻസ്മിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ചില ആക്സോണുകൾ വളരെ ചെറുതായിരിക്കും, തൊട്ടടുത്തുള്ള ന്യൂറോണുകൾ തമ്മിൽ കണക്ട് ചെയ്യാൻ വേണ്ടി മാത്രമുള്ളവ. എന്നാൽ നമ്മുടെ സുഷുമ്ന നാഡിയിലൊക്കെ അഥവാ സ്പൈനൽ കോഡിലൊക്കെ കാണുന്ന ചില ആക്സോണുകൾക്ക് 1 മീറ്ററിലധികം നീളം ഉണ്ടാവാറുണ്ട്. നാലാമത്തേത് മൈലിൻ ഷീത്താണ്. ഒട്ടുമിക്ക ആക്സോണുകൾക്ക് ചുറ്റിലുമായിട്ട് കൊഴുപ്പടങ്ങിയ ഒരു ആവരണം അഥവാ ഒരു ഫാറ്റി ലെയർ കാണാൻ പറ്റും. ഇതിനെയാണ് ഈ മൈലിൻ ഷീത്ത് എന്ന് വിളിക്കുന്നത്. ഇലക്ട്രിക് വയറുകൾക്ക് ചുറ്റുമുള്ള പ്ലാസ്റ്റിക് ഇൻസുലേഷനില്ലേ, അതുപോലെ തന്നെയാണ് ഇത് പ്രവർത്തിക്കുന്നത്. ഇതിൻ്റെ പ്രധാനപ്പെട്ട ജോലി സിഗ്നലുകളുടെ വേഗത കൂട്ടുക എന്നുള്ളതാണ്. നമുക്ക് വളരെ പെട്ടെന്ന് ചിന്തിക്കാനും കാര്യങ്ങളൊക്കെ ചെയ്യാനും പറ്റുന്നത് ഈ ഇൻസുലേഷൻ ഉള്ളത് കൊണ്ടാണ്. മൾട്ടിപ്പിൾ സ്ക്ലിറോസിസ് പോലെയുള്ള ചില രോഗാവസ്ഥയുടെ കേസിൽ ഈ ആവരണം നശിച്ചു പോവുകയും വലിയ നാഡീ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് കാരണമാവുകയൊക്കെ ചെയ്യാറുണ്ട്. അടുത്തത് ആക്സോൺ ടെർമിനലുകളാണ്. ഇതിനെ നമുക്ക് മരത്തിൻ്റെ വേരുകളോട് ഉപമിക്കാം, അല്ലെങ്കിൽ ഇതൊരു ഔട്ട്പുട്ട് പോർട്ടാണെന്ന് കരുതുക. ആക്സോണിൻ്റെ എൻഡിലുള്ള ഈ ഭാഗത്ത് നിന്നാണ് കെമിക്കൽ മെസ്സഞ്ചറുകളായ ന്യൂറോ ട്രാൻസ്മിറ്ററുകൾ പുറത്തേക്ക് വരുന്നത്. ഈ കെമിക്കലുകൾ വഴിയാണ് ഒരു ന്യൂറോണ് അടുത്ത ന്യൂറോണുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ഈ ന്യൂറോണുകൾ തമ്മിൽ സംസാരിക്കുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു രീതിയിലാണ്. ഇലക്ട്രിസിറ്റിയും കെമിസ്ട്രിയും കൂടി ചേർന്നിട്ടുള്ള അഥവാ ഒരു മനോഹരമായ ഇലക്ട്രോ കെമിക്കൽ പ്രോസസ്സാണതെന്ന് പറയാം. ഈ പ്രോസസ്സിൽ പ്രധാനമായിട്ടും 2 സ്റ്റേജസ് ആണുള്ളത്. അതിൽ ആദ്യത്തേത് നേരത്തെ പറഞ്ഞ ആക്ഷൻ പൊട്ടൻഷ്യൽ, അതായത് ഇതൊരു ഇലക്ട്രിക്കൽ സിഗ്നലാണ്. സാധാരണയായിട്ട് ഒരു ന്യൂറോണ് അതിൻ്റെ മെംബ്രെയിനിൽ ഒരു ചെറിയ ബാറ്ററിയൊക്കെ പോലെ ഒരു ഇലക്ട്രിക്കൽ ചാർജ് മെയിൻറ്റെയിൻ ചെയ്യാറുണ്ട്. റെസ്റ്റിംഗ് പൊട്ടൻഷ്യൽ എന്നാണ് അതിനെ പറയാം. ന്യൂറോണിൻ്റെ പുറം ഭാഗത്തെ അപേക്ഷിച്ചപ്പോൾ ഉൾഭാഗത്ത് ചെറിയൊരു നെഗറ്റീവ് ചാർജ് ആയിരിക്കും ഉണ്ടാവുക. എന്നാൽ ഡെൻഡ്രൈറ്റ്സിലും സോമയിലും ആവശ്യത്തിന് സിഗ്നലുകൾ എത്തുമ്പോൾ ന്യൂറോണ് ഒരു ക്രിട്ടിക്കൽ ത്രഷോൾഡിലെത്തും. ഇതൊരു തോക്കിൻ്റെ ട്രിഗർ അമർത്തുന്നത് പോലെയാണെന്നോ ഒക്കെ പറയാം. ആ നിമിഷം വളരെ വേഗത്തിലുള്ള ഒരു വൈദ്യുത മാറ്റം, ഇലക്ട്രിക്കൽ ചേഞ്ച് ആക്സോണിലൂടെ കുതിച്ചുപോയി. അതിനെയാണ് നമ്മൾ ആക്ഷൻ പൊട്ടൻഷ്യൽ എന്ന് വിളിക്കുന്നത്. പിന്നെ ഇതൊരു ഓൾ ഓർ നൺ ഈവൻ്റ് ആണ്. അതായത് ഒന്നുകിൽ ഈ പ്രോസസ്സ് പൂർണ്ണമായിട്ടും നടക്കും, അതായത് ന്യൂറോൺ ഫയറിങ് പൂർണ്ണമായിട്ട് സംഭവിക്കും, അല്ലെങ്കിൽ ഒട്ടും നടക്കില്ല. പകുതിക്ക് വെച്ച് നിൽക്കുന്ന പരിപാടി ഇതിലില്ല. നമ്മളൊരു ടോയ്ലറ്റ് ഫ്ലഷ് വർക്ക് ചെയ്യുന്നത് ഒന്ന് ആലോചിച്ചാൽ മതി. അതിൻ്റെ ആ ഹാൻഡിൽ നമ്മൾ അമർത്തി ഒരു പരിധി അല്ലെങ്കിൽ ഒരു പ്രത്യേക പോയിൻ്റ് എത്തിക്കഴിഞ്ഞാൽ പിന്നെ ആ ഫ്ലഷ് സൈക്കിള് പൂർണ്ണമായിട്ടും നടന്നിരിക്കും. നമ്മൾ എത്ര സ്ട്രോങ് ആയിട്ടാണ് അമർത്തിയത് എന്നതിലൊന്നും വലിയ കാര്യം ഉണ്ടാവില്ല. അങ്ങനെ ഈ ആക്ഷൻ പൊട്ടൻഷ്യൽ ആക്സോണിൻ്റെ അറ്റത്ത് എത്തിക്കഴിഞ്ഞാൽ അത് നേരിട്ട് അടുത്ത ന്യൂറോണിലേക്ക് ചാടിക്കിടക്കല്ല ചെയ്യുന്നത്. പകരം അത് സിനാപ്റ്റിക് ക്ലെഫ്റ്റ് എന്ന് വിളിക്കുന്ന വളരെ ചെറിയൊരു വിടവിലേക്ക് ന്യൂറോ ട്രാൻസ്മിറ്ററുകളെ റിലീസ് ചെയ്യും. ഈ ന്യൂറോ ട്രാൻസ്മിറ്ററുകൾ ശരിക്കും രാസരൂപത്തിലുള്ള താക്കോലുകൾ അഥവാ കെമിക്കൽ കീസിനെ പോലെയാണ് വർക്ക് ചെയ്യുന്നത്.
അവ ആ വിടവിലൂടെ ഒഴുകി നടന്നിട്ട് അടുത്ത ന്യൂറോണിൻ്റെ ഡെൻഡ്രൈറ്റുകളിലോ സെൽ ബോഡിയിലോ ഒക്കെയുള്ള പ്രത്യേക റിസപ്റ്റർ സൈറ്റുകളിൽ പോയിരിക്കും. ഇത് ഒരു താക്കോൽ അതിൻ്റെ പൂട്ടിൽ കൃത്യമായിട്ട് സെറ്റാകുന്നത് പോലെയുള്ള ഒരു പ്രോസസ്സാണ്. ഈ കൂടിച്ചേരൽ അഥവാ ബൈൻഡിങ് ആ റിസീവിങ് ന്യൂറോണിൽ ഒരു ഇലക്ട്രിക്കൽ ചേഞ്ച് ഉണ്ടാക്കും. അത് ഒന്നുകിൽ ഒരു എക്സൈറ്റേറ്ററി സിഗ്നൽ ആയിരിക്കും, അതായത് ആ ന്യൂറോണിനെ ഉത്തേജിപ്പിച്ച് അതിനെക്കൊണ്ട് സ്വന്തമായിട്ട് ഒരു സിഗ്നൽ അഥവാ ആക്ഷൻ പൊട്ടൻഷ്യൽ ഫയർ ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന ഒന്ന്. അല്ലെങ്കിൽ ഒരു ഇൻഹിബിറ്ററി സിഗ്നൽ ആവാം, ഫയർ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒന്ന്. ഈ ജോലി കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ ഉടനെ തന്നെ ഈ ന്യൂറോ ട്രാൻസ്മിറ്ററുകൾ ഒന്നുകിൽ പഴയ ന്യൂറോണിനെ തിരിച്ചെടുക്കും, ഇതിനെ റീ അപ്ടേക്ക് എന്ന് പറയും, അല്ലെങ്കിൽ സിനാപ്സിലുള്ള എൻസൈമുകൾ അവയെ നശിപ്പിച്ച് കളയും. അടുത്ത മെസ്സേജ് വരാനായിട്ട് ആ സ്ഥലം കൃത്യമായിട്ട് വൃത്തിയാക്കി വെക്കുന്ന ഒരു പ്രോസസ്സാണത്. ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ ബ്രെയിനിൽ ഇൻഫർമേഷൻ പ്രോസസ്സിങ് നടക്കുന്നത് ഇത്തരത്തിൽ ആയിരക്കണക്കിന് ന്യൂറോണുകൾ പരസ്പരം നടത്തുന്ന എക്സൈറ്റേഷൻ്റെയും ഇൻഹിബിഷൻ്റെയും ഒക്കെ ഒരു വലിയ പ്രോസസ്സാണ്. ഈ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിയ സ്ഥിതിക്ക് ഇനി ഈ ബിൽഡിംഗ് ബ്ലോക്സ് ചേർന്ന് രൂപപ്പെട്ടിട്ടുള്ള അത്ഭുതകരമായിട്ടുള്ള അവയവമായ ബ്രെയിനിനെ പറ്റി വിശദമായിട്ട് തന്നെ നോക്കാം. ബ്രെയിന് വെറും ഒരു മാംസപിണ്ഡം മാത്രമല്ല, അത് നമ്മുടെ ബിഹേവിയറിനെ, തോട്ട്സിനെ, ഇമോഷൻസിനെയൊക്കെ രൂപപ്പെടുന്നതിൽ കൃത്യമായ പങ്കുള്ള വളരെ സങ്കീർണമായ ഒരവയവമാണ്. ബ്രെയിനിന് പല ഭാഗങ്ങളുണ്ട്. ബ്രെയിനിലെ ഓരോ ഭാഗവും ഒത്തൊരുമിച്ച് പ്രവർത്തിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതം സുഗമമായിട്ട് മുന്നോട്ട് പോകുന്നത്. ബ്രെയിനിനെ പരിണാമപരമായിട്ടുള്ള വികാസത്തിൻ്റെ അഥവാ എവല്യൂഷണറി ഡെവലപ്മെൻ്റ് അടിസ്ഥാനത്തിൽ നമുക്ക് 3 ഭാഗങ്ങളായിട്ട് തിരിക്കാം: ഹിൻഡ് ബ്രെയിൻ, മിഡ് ബ്രെയിൻ, പിന്നെ ഫോർ ബ്രെയിൻ. നമ്മുടെ തലയോട്ടിയുടെ അടിഭാഗത്തായിട്ട് സുഷുമ്നാ നാഡിയുമായിട്ട് കണക്റ്റഡ് ആയിട്ടാണ് ഹിൻഡ് ബ്രെയിൻ കാണപ്പെടുന്നത്. പരിണാമപരമായിട്ട് നോക്കിയാൽ ഇത് ബ്രെയിനിൻ്റെ ഏറ്റവും ഓൾഡസ്റ്റ് ഭാഗമാണ്. നമ്മുടെ ബേസിക് സർവൈവലുമായി ബന്ധപ്പെട്ട പ്രോസസ്സുകൾക്ക് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൽ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ബ്രെയിൻ സ്റ്റെം. അതിൽ തന്നെ മെഡുല്ല ഒബ്ലങ്കറ്റ, പോൺസ് എന്നീ ഭാഗങ്ങളൊക്കെ ഉൾപ്പെടുന്നുണ്ട്. നമ്മുടെ കൺട്രോളിലല്ലാത്ത ബ്രീത്തിങ്, പിന്നെ ഹേർട്ട് റേറ്റ്, ബ്ലഡ് പ്രഷർ, സ്ലീപ്പ്, എറോസൽ തുടങ്ങിയിട്ടുള്ള ഒരു മനുഷ്യന് അത്യന്താപേക്ഷിതമായിട്ട് വേണ്ട കാര്യങ്ങൾ കൺട്രോൾ ചെയ്യുന്നത് ഈ ഭാഗമാണ്. അതുകൊണ്ട് തന്നെ ഈ ഭാഗത്തുണ്ടാകുന്ന ഡാമേജ് മരണത്തിന് വരെ കാരണമാവുമെന്നാണ്. ഇതിന് പിന്നിലായിട്ട് കാണുന്ന സെറിബെല്ലം എന്ന ഭാഗം ലിറ്റിൽ ബ്രെയിൻ എന്നാണ് അറിയപ്പെടുന്നത്. നമ്മുടെ ചലനങ്ങളെ ഏകോപിപ്പിക്കുന്നത്, അതായത് സൈക്കിൾ ചവിട്ടാനോ അല്ലെങ്കിൽ ഒരു ഉപകരണം കൈകാര്യം ചെയ്യാനോ ഒക്കെ പഠിക്കുന്നതും ശരീരത്തിൻ്റെ ബാലൻസ് നിലനിർത്തുന്നതൊക്കെ ഈ ഭാഗത്തിൻ്റെ സഹായത്തോടെ. അടുത്തതായിട്ട് ഹിൻഡ് ബ്രെയിനെയും ഫോർ ബ്രെയിനെയും തമ്മിൽ കണക്റ്റ് ചെയ്യുന്ന ചെറിയ എന്നാൽ വളരെ പ്രധാനപ്പെട്ട ഭാഗമാണ് ഈ മിഡ് ബ്രെയിൻ. കാഴ്ചയുമായും കേൾവിയുമായും ബന്ധപ്പെട്ട പ്രതികരണങ്ങൾ അഥവാ റിഫ്ലെക്സുകളെ സപ്പോർട്ട് ചെയ്യുന്നതോടൊപ്പം തന്നെ നമ്മുടെ മൂവ്മെൻറ്റ്സിനെ കൺട്രോൾ ചെയ്യാനും ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ റിവാർഡ്സ്, മോട്ടിവേഷനൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഡോപ്പമൈൻ പാത്ത് വേസിൻ്റെ ഒരു റിലേ സ്റ്റേഷനായിട്ടാണ് ഇത് പ്രധാനമായിട്ടും പ്രവർത്തിക്കുന്നത്. ഇനി ബ്രെയിനിൻ്റെ ഏറ്റവും വലിയ ഭാഗമായിട്ടുള്ള ഫോർ ബ്രെയിനെ കുറിച്ച് നോക്കാം. നമ്മളെ മനുഷ്യനാക്കി മാറ്റുന്ന സങ്കീർണമായിട്ടുള്ള ചിന്തകൾ, ലാംഗ്വേജ്, പേഴ്സണാലിറ്റി, മെമ്മറി, വോളണ്ടറി ആക്ഷൻസ് എന്നിവയൊക്കെ ഈ ഭാഗത്തിൻ്റെ ഉത്തരവാദിത്തമാണ്. ഈ ഫോർ ബ്രെയിനിൻ്റെ ഉള്ളിലായിട്ട് കാണപ്പെടുന്ന സബ് കോർട്ടിക്കലായിട്ടുള്ള സ്ട്രക്ചേഴ്സിൽ പ്രധാനപ്പെട്ട ഒന്നാണ് തലാമസ്. സ്മെല്ല് ഒഴികെയുള്ള മറ്റെല്ലാ ഇൻഫർമേഷനും ഈ തലാമസിലൂടെ കടന്നുപോയതിന് ശേഷമാണ് ബ്രെയിനിൻ്റെ മറ്റ് ഭാഗങ്ങളിലേക്ക് എത്തിച്ചേരുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനെ ഒരു റിലേ സ്റ്റേഷൻ എന്നാണ് പറയാറുള്ളത്. ഇതിന് താഴെയായിട്ട് ഹൈപ്പോ തലാമസ് കാണാം. വലുപ്പത്തിൽ വളരെ ചെറുതാണെങ്കിലും ശരീരത്തിൻ്റെ ആന്തരിക സന്തുലിതാവസ്ഥ, ഹോമിയോസ്റ്റാസിസ് നിലനിർത്തുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നത് ഇതാണ്. വിശപ്പ്, ദാഹം, ഉറക്കം, പിന്നെ ബോഡി ടെമ്പറേച്ചർ, സെക്ഷൽ ബിഹേവിയർ ഇതൊക്കെ കൺട്രോൾ ചെയ്യുന്നത്, പിന്നെ എൻഡോക്രൈൻ സിസ്റ്റവുമായിട്ട് ബന്ധപ്പെട്ട് സ്ട്രെസ്സ് കൺട്രോൾ ചെയ്യുന്നത് ഒക്കെ ഹൈപ്പോ തലാമസാണ്. ഇനി ഇമോഷൻസുമായിട്ടും മെമ്മറീസുമായിട്ടൊക്കെ ബന്ധപ്പെട്ട ബ്രെയിനിലെ ഒരു സിസ്റ്റമാണ് ലിംബിക് സിസ്റ്റം. ലിംബിക് സിസ്റ്റത്തിലെ
ലിംബിക് സിസ്റ്റത്തിൽ പ്രധാനമായിട്ടും 2 ഭാഗങ്ങളാണുള്ളത്. അതിലൊന്നാണ് അമിഗ്ഡല. പേടി, അതുപോലെ ദേഷ്യം തുടങ്ങിയ ഇമോഷൻസിനെ കൈകാര്യം ചെയ്യുന്നതും അപകടങ്ങളൊക്കെ തിരിച്ചറിഞ്ഞ് റെസ്പോണ്ട് ചെയ്യാൻ അഥവാ ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് റെസ്പോൺസിന് നമ്മളെ പ്രാപ്തമാക്കുന്നതൊക്കെ ഈ ഒരു ഭാഗമാണ്. മറ്റൊരു ഭാഗം കടൽ കുതിരയുടെ ആകൃതിയിലുള്ള ഹിപ്പോകാമ്പസ് ആണ്. പുതിയ ലോങ് ടേം മെമ്മറീസ് ഉണ്ടാവാൻ ഇത് അത്യാവശ്യമാണ്. ഹിപ്പോകാമ്പസിന് എന്തെങ്കിലുമൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ അത് ഓർമ്മയെ സാരമായിട്ട് ബാധിക്കും. കൂടാതെ വോളണ്ടറി മൂവ്മെൻറ്റ്സ് കൺട്രോൾ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ബേസൽ ഗാംഗ്ലിയയും ഈ ഭാഗത്താണ്. പാർക്കിൻസൺസ് പോലെയുള്ള രോഗങ്ങൾ ഈ ഭാഗത്തെ തകരാറുകൾ കൊണ്ടാണ് ഉണ്ടാവാറുള്ളത്. ഇനി ബ്രെയിനിൻ്റെ ഏറ്റവും പുറമേയുള്ള ചുളിവുകളുള്ള പാളിയായിട്ടുള്ള സെറിബ്രൽ കോർട്ടക്സിനെ കുറിച്ച് പറയാം. ഇതിലെ മടക്കുകൾ, ഗൈറി, സൾക്കി എന്നൊക്കെ പറയുന്ന മടക്കുകൾ അത് കൂടുതൽ ന്യൂറോണുകളെ ഉൾക്കൊള്ളാൻ വേണ്ടിയുള്ള ഒരു സെറ്റപ്പാണ്. സെറിബ്രൽ കോർട്ടക്സിനെ നമുക്ക് ലെഫ്റ്റ്, റൈറ്റ് എന്നിങ്ങനെ 2 അർദ്ധഗോളങ്ങളായി അഥവാ ഹെമിസ്ഫിയറുകളായിട്ട് തിരിക്കാം. ഈ 2 ഹെമിസ്ഫിയറുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നത് കോർപ്പസ് കലോസം എന്നറിയപ്പെടുന്ന കട്ടിയുള്ള നെർവ് ഫൈബേഴ്സാണ്. ഓരോ ഹെമിസ്ഫിയറിനെയും വീണ്ടും 4 ലോബുകളായിട്ട് തിരിച്ചിട്ടുണ്ട്. നെറ്റിയുടെ ഭാഗത്തുള്ള ഫ്രണ്ടൽ ലോബാണ് നമ്മുടെ തീരുമാനങ്ങൾ എടുക്കുന്നതും പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതും ഒക്കെ. ഫീനിയസ് ഗേജ് എന്ന വ്യക്തിയുടെ ചരിത്രം നോക്കിയാൽ ഈ ഭാഗത്തിനുണ്ടാകുന്ന എന്തെങ്കിലുമൊക്കെ ഒരു ആഘാതം പേഴ്സണാലിറ്റിയെ എങ്ങനെയൊക്കെ മാറ്റുമെന്ന് നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. ഇതിന് പിന്നിലുള്ള പരൈറ്റൽ ലോബാണ് ടച്ച്, പെയിന് ഇതൊക്കെ തിരിച്ചറിയാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. ചെവിയുടെ ഭാഗത്തുള്ള ടെമ്പറൽ ലോബ് കേൾവിയും പിന്നെ ഭാഷ മനസ്സിലാക്കാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുമ്പോൾ ബ്രെയിനിൻ്റെ ഏറ്റവും പുറകിലുള്ള ഓക്സിപിറ്റൽ ലോബ് കാഴ്ചയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് കൂടുതലും കൈകാര്യം ചെയ്യുന്നത്. നമ്മുടെ ബ്രെയിനിലെ ന്യൂറോണുകൾ വയറുകളും സ്വിച്ചുകളും ഒക്കെ പോലെയാണ് എങ്കിൽ ബ്രെയിൻ സ്ട്രക്ചറുകൾ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഹാർഡ്വെയർ കമ്പോണൻസ് പോലെയുമാണ് എങ്കിൽ ഈ ന്യൂറോ ട്രാൻസ്മിറ്ററുകൾ എന്ന് പറയുന്നത് ഈ സിസ്റ്റങ്ങൾക്കിടയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന കെമിക്കൽ ലാംഗ്വേജ് ആണെന്ന് പറയാം. സിനാപ്സുകളിലേക്ക് റിലീസ് ചെയ്യപ്പെടുന്ന ഈ ചെറിയ മോളിക്യൂളുകളാണ് ബ്രെയിൻ എങ്ങനെ അതിനോടും ശരീരത്തിൻ്റെ മറ്റ് ഭാഗങ്ങളോടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത്. നമ്മുടെ മൂഡ്, മെമ്മറി, മൂവ്മെൻറ്റ്സ് പിന്നെ മൊത്തത്തിലുള്ള മാനസികാവസ്ഥ ഇതിലൊക്കെ ഈ ന്യൂറോ ട്രാൻസ്മിറ്ററുകൾക്ക് വലിയൊരു റോളുണ്ട്. ഇതിലെ മെയിൻ ആയിട്ടുള്ള പ്ലെയേഴ്സിനെ നമുക്കൊന്ന് പരിചയപ്പെടാം. അതിലൊന്നാമത്തേത് ഡോപ്പാമൈൻ. ഇതിനെ നമുക്ക് റിവാർഡ് അല്ലെങ്കിൽ മോട്ടിവേഷൻ മോളിക്യൂൾ എന്ന് വിളിക്കാം. ഹാപ്പിനെസ് അല്ലെങ്കിൽ പ്ലഷർ, പിന്നെ മോട്ടിവേഷൻ, പിന്നെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെ റീഇൻഫോഴ്സ് ചെയ്യുക എന്നതൊക്കെയാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള ഫങ്ഷൻ. കൂടാതെ നമ്മുടെ വോളണ്ടറി മൂവ്മെൻറ്റ്സ്, അറ്റൻഷൻ, ലേണിംഗ് എന്നിവയിലും ഇതിന് വലിയ റോളുണ്ട്. നമ്മളൊരു ഗോൾ അച്ചീവ് ചെയ്യുമ്പോഴോ നല്ലൊരു ഫുഡ് കഴിക്കുമ്പോഴോ അതുമല്ലെങ്കിൽ പ്രണയിക്കുമ്പോഴൊക്കെ ന്യൂറോണുകൾ ഈ ഡോപ്പമൈന് റിലീസ് ചെയ്യും. അപ്പോൾ ബ്രെയിന് പറയാണ് ഇത് മനോഹരമാണ്, ഒന്നും കൂടി ചെയ്തോ. അഥവാ ഇതൊരു ആഹാ മൊമെൻറ്റ് അല്ലെങ്കിൽ ഒരു ഗോ സിഗ്നൽ കിട്ടുന്നത് പോലെയാണ് എന്ന് വേണമെങ്കിൽ പറയാം. ഇതിൻ്റെ അളവ് കുറഞ്ഞാൽ പാർക്കിൻസൺസ് ഡിസീസ് പോലെയുള്ള ചില പ്രശ്നങ്ങളുണ്ടാവാം. ഡോപ്പമൈൻ ഉണ്ടാക്കുന്ന ന്യൂറോ ട്രാൻസ്മിറ്ററുകൾ നശിച്ചു പോകുന്നത് കൊണ്ടാണ് ഈ വിറയിലും ചലിക്കാനുള്ള ബുദ്ധിമുട്ടുകളൊക്കെ പാർക്കിൻസൺസിൽ ഉണ്ടാകുന്നത്. നേരെ മറിച്ച് ഡോപ്പമൈൻ കൂടിപ്പോയാൽ അത് സ്കിസോഫ്രീനിയ പോലെയുള്ള അവസ്ഥകളിലേക്ക് നയിക്കാം. ഹാലൂസിനേഷനൊക്കെ ഇതിൻ്റെ ഭാഗമായിട്ട് ചിലപ്പോൾ വന്നു വരാം. പല ആൻറ്റിസൈക്കോട്ടിക് മരുന്നുകളും ഈ ഡോപ്പമൈൻ റിസപ്റ്ററുകളെ ബ്ലോക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. അഡിക്ഷനിലും ഇതിന് വലിയൊരു റോളുണ്ട്. കൊക്കൈനൊക്കെ പോലെയുള്ള ഡ്രഗ്സ് സിനാപ്സുകളിൽ ഡോപ്പമൈൻ ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അടുത്തത് സെറോട്ടോണിനാണ്. ഇതിനെ നമുക്ക് മൂഡ് റെഗുലേറ്റർ എന്ന് വേണമെങ്കിൽ വിളിക്കാം. കാരണം നമ്മുടെ മൂഡ്, ഉറക്കം, വിശപ്പ്, ഡൈജഷൻ, ലേണിങ്, മെമ്മറി എന്നിവയൊക്കെ റെഗുലേറ്റ് ചെയ്യുന്നത് സെറോട്ടോണിനാണ്. സന്തോഷത്തിൻ്റെയും വെൽബീങ്ങിൻ്റെയും ഒക്കെ ഒരു താക്കോലായിട്ട് ഇതിനെ വേണമെങ്കിൽ നമുക്ക് കാണാം. സെറോട്ടോണിന് കുറഞ്ഞാൽ അത് ഡിപ്രഷനും
ആങ്സൈറ്റി ഡിസോർഡേഴ്സിനൊക്കെ കാരണമാകും. ഡിപ്രഷന് നൽകുന്ന പല മരുന്നുകളും, അതായത് SSRI, സെലക്റ്റീവ് സെറോട്ടോണിൻ റീഅപ്റ്റേക്ക് ഇൻഹിബിറ്റേഴ്സ്, ഈ സെറോട്ടോണിൻ്റെ അപ്റ്റേക്ക് ബ്ലോക്ക് ചെയ്ത് അത് സിനാപ്സുകളിൽ തന്നെ കൂടുതൽ നേരം നിൽക്കാനും അതുവഴി അതിൻ്റെ എഫക്റ്റ് കൂട്ടാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. OCD, ഈറ്റിംഗ് ഡിസോർഡേഴ്സ് എന്നിവയിലൊക്കെ ഇതിൻ്റെ ഇംബാലൻസസ് കാണാറുണ്ട്. ഇനി അസറ്റൈൽ കോളിൻ, ഇതൊരു മെമ്മറി ആൻഡ് മസിൽ മെസ്സഞ്ചറാണ് എന്ന് പറയാം. നമ്മുടെ സെൻട്രൽ നെർവസ് സിസ്റ്റത്തിൽ ലേണിങ്ങിനും മെമ്മറി ഫോർമേഷനും അറ്റൻഷനും ഒക്കെ ഇത് അത്യാവശ്യമാണ്. പെരിഫറൽ നെർവസ് സിസ്റ്റത്തിൽ മസിലുകൾ കോൺട്രാക്റ്റ് ചെയ്യാൻ സിഗ്നലുകൾ കൊടുക്കുന്നതൊക്കെ ഇതാണ്. മെമ്മറിയുടെ കാര്യത്തിൽ ഇതൊരു ലൈബ്രറിയനെ പോലെയാണെന്ന് പറയാം. ഇൻഫർമേഷൻസ് കണ്ടെത്താനും അത് ഫയൽ ചെയ്ത് വെക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നത് ഇതാണ്. ഇതിൻ്റെ അളവ് കുറയുന്നത് അൽഷിമേഴ്സ് രോഗവുമായിട്ട് കണക്റ്റഡ് ആണ്. അൽഷിമേഴ്സ് ഉള്ള ആളുകളിൽ അസറ്റൈൽ കോളിൻ ഉണ്ടാക്കുന്ന ന്യൂറോ ട്രാൻസ്മിറ്ററുകൾ നശിച്ചു പോകുന്നത് കൊണ്ടാണ് ഈ മെമ്മറി ലോസ് ഒക്കെ ഉണ്ടാകുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട ആളാണ് നോറെപ്പിനെഫ്രിൻ അല്ലെങ്കിൽ നോറഡ്രിനാലിൻ. ഇതൊരു ന്യൂറോ ട്രാൻസ്മിറ്ററും ഹോർമോണും ആണ്, രണ്ടും കൂടിയാണ്. നമ്മുടെ ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് റെസ്പോൺസിനെ ആംപ്ലിഫൈ ചെയ്യുകയാണ് ഇതിൻ്റെ പണി. ബ്രെയിനിലെ അലേർട്ട്നെസ്, പിന്നെ അറ്റൻഷൻ, സ്ട്രെസ് റെസ്പോൺസ്, ഇതിലൊക്കെ ഇതിന് വലിയ റോളുണ്ട്. നമ്മുടെ ബ്രെയിനിലെ ഒരു ഇൻറ്റേർണൽ അലാറം ക്ലോക്ക് പോലെയാണ് ഇതെന്ന് പറയാം. ഇത് കൂടിപ്പോയാൽ ആങ്സൈറ്റിയും കുറഞ്ഞു കഴിഞ്ഞാൽ ഡിപ്രഷനൊക്കെ വരാം. അടുത്തതായിട്ട് ഗാമ അമിനോ ബ്യൂട്ടറിക് ആസിഡ് എന്ന് പറയും. ഇതൊരു കാമിങ് ഇൻഫ്ലുവൻസ് ഉണ്ടാക്കുന്ന ഒരു ന്യൂറോ ട്രാൻസ്മിറ്ററാണ്. ഇതൊരു ഇൻഹിബിറ്ററി ന്യൂറോ ട്രാൻസ്മിറ്ററാണ്. അതായത് ഇത് ന്യൂറൽ ആക്ടിവിറ്റിയെ ഒന്ന് പതുക്കിയാക്കും. ബ്രെയിനിലെ ബ്രേക്ക് പെഡൽ എന്ന് ഇതിനെ വേണമെങ്കിൽ നമുക്ക് വിളിക്കാം. ഓവർ ആക്റ്റീവായ ന്യൂറോണുകളോട് ഒന്ന് സമാധാനപ്പെടുക എന്ന് പറയുന്ന ശാന്തമായ ഒരു ശബ്ദമാണ് ഈ ഗാബ എന്ന് വേണമെങ്കിൽ പറയാം. ഗാബ കുറഞ്ഞു കഴിഞ്ഞാൽ ആങ്സൈറ്റി, പാനിക് അറ്റാക്ക്, എപ്പിലെപ്സി എന്നിവയൊക്കെ ഉണ്ടാവാം. പല ആങ്സൈറ്റി മരുന്നുകളും ഗാബയുടെ ഇഫക്റ്റ് കൂട്ടാനാണ് ഹെൽപ്പ് ചെയ്യുന്നത്. അവസാനമായിട്ട് ഗ്ലൂട്ടാമേറ്റ് എന്ന എക്സൈറ്റിംഗ് ലേണറെ കുറിച്ച് പറയാം. ഇതൊരു എക്സൈറ്റേറ്ററി ന്യൂറോ ട്രാൻസ്മിറ്റർ തന്നെയാണ്. ലേണിങ്, മെമ്മറി, പിന്നെ സിനാപ്റ്റിക് പ്ലാസ്റ്റിസിറ്റി എന്നിവയ്ക്കൊക്കെ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതൊരു ആക്സിലറേറ്റർ പെഡൽ പോലെയാണ് എന്ന് വേണമെങ്കിൽ പറയാം. പുതിയ കണക്ഷനുകൾ ഉണ്ടാക്കാൻ ന്യൂറോണുകളെ ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇത് കൂടിപ്പോയി കഴിഞ്ഞാൽ ടോക്സിസിറ്റി എന്ന ഒരവസ്ഥ ഉണ്ടാവും. അതായത് ന്യൂറോണുകൾ ഓവർ സ്റ്റിമുലേറ്റഡ് ആയിട്ട് നശിച്ചു പോകാൻ സാധ്യതയുണ്ട്. സ്ട്രോക്ക്, എപ്പിലെപ്സി എന്നീ കേസുകളിലൊക്കെ ഇത് പലപ്പോഴും സംഭവിക്കാറുണ്ട്. സോ നമ്മുടെ ബയോളജിക്കൽ കെമിസ്ട്രി എത്രത്തോളമാണ് നമ്മുടെ സൈക്കോളജിക്കൽ സ്റ്റേറ്റ്സിനെ കൺട്രോൾ ചെയ്യുന്നത് എന്നുള്ളത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു തിരിച്ചറിവ് തന്നെയാണ്. നമ്മുടെ പെരുമാറ്റത്തെയും വികാരങ്ങളെയൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ശരീരത്തിലെ പ്രധാനപ്പെട്ട മറ്റൊരു സിസ്റ്റമാണ് എൻഡോക്രൈൻ സിസ്റ്റം. ഈ എൻഡോക്രൈൻ സിസ്റ്റം എന്ന ഗ്രന്ഥികളുടെ ശൃംഖല, നെറ്റ്വർക്ക് ഓഫ് ഗ്ലാൻസ്, ഹോർമോണുകൾ എന്നറിയപ്പെടുന്ന സാവധാനം ട്രാവൽ ചെയ്യുന്ന കെമിക്കൽ മെസ്സഞ്ചേഴ്സിനെ നേരിട്ട് ബ്ലഡ് സ്ട്രീമിലേക്ക് റിലീസ് ചെയ്യുക വഴിയാണ് വർക്ക് ചെയ്യുന്നത്. ഈ ഹോർമോണുകളും നമ്മുടെ പെരുമാറ്റത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാറുണ്ട്. ഹോർമോണുകളും ന്യൂറോ ട്രാൻസ്മിറ്ററുകളും തമ്മിൽ ചെറിയ ചില വ്യത്യാസങ്ങളുണ്ട്. ന്യൂറോ ട്രാൻസ്മിറ്ററുകൾ സിനാപ്റ്റിക് ഗ്യാപ്പിലേക്ക് വളരെ വേഗത്തിൽ മെസ്സേജുകൾ കൈമാറുന്നവയാണ്. ഇതൊരു ടെക്സ്റ്റ് മെസ്സേജ് നമ്മൾ അയക്കുന്നത് പോലെയാണ്, വളരെ സ്പീഡിൽ കൃത്യമായി ഒരാളിലേക്ക് മാത്രം എത്തുന്നതുമാണ്. എന്നാൽ ഹോർമോണുകൾ നമ്മളെടുത്താൽ രക്തത്തിലൂടെ സഞ്ചരിച്ച് ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിലേക്ക് എത്തുന്നത് കൊണ്ട് തന്നെ ഇതിന് കുറച്ച് സമയമെടുക്കും. അതുപോലെ തന്നെ ഇതിൻ്റെ എഫക്റ്റ് കുറച്ച് കൂടുതൽ സമയം നീണ്ടു നിൽക്കുകയും ചെയ്യുന്ന ഒന്നാണ്. ഇത് ഒരു റേഡിയോ ബ്രോഡ്കാസ്റ്റ് പോലെയാണെന്ന് പറയാം. എല്ലാവരിലേക്ക് എത്താൻ സമയമെടുക്കുമെങ്കിലും ഒരേ സമയം ഒരുപാട് ഭാഗങ്ങളിലേക്ക് ഇതിൻ്റെ ഒരു മെസ്സേജ് ചിലപ്പോൾ എത്തും. ശരീരത്തിലെ പ്രധാനപ്പെട്ട ചില എൻഡോക്രൈൻ ഗ്ലാൻഡുകളും അവയ്ക്ക് നമ്മുടെ ബിഹേവിയറിലുള്ള ഇൻഫ്ലുവൻസും എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഇതിലാദ്യം വരുന്നത് പിറ്റ്യൂട്ടറി ഗ്ലാൻഡാണ്.
ഇതിനെ നമ്മൾ മാസ്റ്റർ ഗ്ലാൻഡ് എന്നാണ് വിളിക്കുന്നത്. നമ്മുടെ ബ്രെയിനിൻ്റെ താഴെയായിട്ടാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഹൈപ്പോ തലാമസ് ആണ് ഇതിനെ കൺട്രോൾ ചെയ്യുന്നത്. മറ്റ് പല ഗ്ലാൻഡുകളെയും കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ട ഹോർമോണുകൾ റിലീസ് ചെയ്യുന്നത് പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്. ഗ്രോത്ത് ഹോർമോണ്, പിന്നെ സോഷ്യൽ ബോണ്ടിങ്ങും ട്രസ്റ്റും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഓക്സിറ്റോസിൻ, അതുപോലെ തന്നെ ശരീരത്തിലെ ജലാംശം നിലനിർത്താൻ ഹെൽപ്പ് ചെയ്യുന്ന വാസോപ്രസിൻ, ഇതൊക്കെ ഈ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് റിലീസ് ചെയ്യുന്ന ചില ഹോർമോണുകൾക്ക് ഉദാഹരണമാണ്. അടുത്തതായിട്ട് അഡ്രീനൽ ഗ്ലാൻസിനെ കുറിച്ച് പറയാം. ഇവയെ നമുക്ക് സ്ട്രെസ്സിനോട് പ്രതികരിക്കുന്നവർ, സ്ട്രെസ് റെസ്പോണ്ടേഴ്സ് എന്ന് വിളിക്കാം. ഇത് നമ്മുടെ കിഡ്നികൾക്ക് മുകളിലായിട്ടാണ് കാണപ്പെടുന്നത്. നമ്മൾ പെട്ടെന്ന് പേടിക്കുമ്പോഴോ അല്ലെങ്കിൽ ഒരു അപകടം വരുമ്പോഴോ റെസ്പോണ്ട് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന അഡ്രിനാലിൻ, നോർ അഡ്രിനാലിൻ എന്നിവ ഈ ഗ്രന്ഥികളാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. ഇതിനെയാണ് നമ്മൾ ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് റെസ്പോൺസ് എന്നൊക്കെ പറയുന്നത്. ഇത് നമ്മുടെ ഹാർട്ട് റേറ്റ് കൂട്ടുകയും ബ്ലഡ് പ്രഷർ കൂട്ടുകയും അതുപോലെ പെട്ടെന്ന് റെസ്പോണ്ട് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള എനർജി നമുക്ക് നൽകുകയൊക്കെ ചെയ്യും. നമ്മുടെ സർവൈവലുമായിട്ട് ബന്ധപ്പെട്ട ജൈവികമായിട്ടുള്ള ഒരു അടിസ്ഥാനം എന്ന് പറയുന്നത് ഈ ഒരു ഗ്രന്ഥിയും ഹോർമോണുകളുമാണെന്ന് പറയാം. അതുപോലെ കോർട്ടിസോൾ എന്ന പ്രധാനപ്പെട്ട സ്ട്രെസ് ഹോർമോണ് ഉൽപ്പാദിപ്പിക്കുന്നതും ഇവരാണ്. ഇത് നമ്മുടെ പ്രതിരോധ ശേഷിയെയും അതുപോലെ തന്നെ മെറ്റബോളിസത്തെയൊക്കെ കൺട്രോൾ ചെയ്യുന്നുണ്ട്. കോർട്ടിസോൾ ചില സാഹചര്യങ്ങളിൽ വില്ലനാകാറുണ്ട്. കാരണം നീണ്ടു നിൽക്കുന്ന സ്ട്രെസ്, ക്രോണിക് സ്ട്രെസ് കാരണം കോർട്ടിസോളിൻ്റെ അളവ് അമിതമായിട്ട് കൂടിയാൽ അത് നമ്മുടെ ഓർമ്മശക്തിയെയും അതുപോലെ തന്നെ മാനസികാവസ്ഥയും വളരെ ദോഷമായിട്ട് തന്നെ ബാധിക്കും. നമ്മുടെ ബ്രെയിനിലെ ഹിപ്പോ ക്യാമ്പസ് എന്ന ഭാഗത്തിന് ഇത് കേടുപാടുകൾ വരുത്താനും സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് അമിതമായിട്ട് മാനസിക സമ്മർദ്ദം ഉണ്ടായാൽ അത് മറ്റ് പല അസുഖങ്ങളിലേക്കും നയിക്കുന്നത്. ഇനി അടുത്തതായിട്ട് വരുന്നത് ലൈംഗികമായ കാര്യങ്ങൾ നിയന്ത്രിക്കുന്ന ഗൊണാഡുകളാണ്. പുരുഷന്മാരിൽ ടെസ്റ്റിസ്, സ്ത്രീകളിൽ ഓവറീസുമാണ് ഈ വിഭാഗത്തിൽപ്പെടുന്നത്. പ്രധാനപ്പെട്ട മെയിൽ ഹോർമോണായ ടെസ്റ്റോസ്റ്റെറോൺ പേശികളുടെ കരുത്തിനും അഥവാ മസിൽ മാസിനും ലൈംഗിക താല്പര്യത്തിനുമൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്നാൽ ഇതിൻ്റെ അളവ് കൂടുന്നത് ചിലപ്പോൾ അഗ്രഷന് കാരണമാവാറുണ്ട്. അതുപോലെ തന്നെ സ്ത്രീ ഹോർമോണുകളായിട്ടുള്ള ഈസ്ട്രജൻ, അതുപോലെ പ്രൊജസ്ട്രോൺ, ഇതൊക്കെ ആർത്തവ ചക്രത്തെയും അതുപോലെ തന്നെ ഗർഭകാലത്തെയും പ്രഗ്നൻസി പീരീഡിനെയൊക്കെ കൺട്രോൾ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഈ ഹോർമോണുകളിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ മാനസികാവസ്ഥയിൽ വലിയ ചേഞ്ചസ് ഉണ്ടാക്കാറുണ്ട്. ഫോർ എക്സാമ്പിൾ ഈ പോസ്റ്റ് പാർട്ടം ഡിപ്രഷനൊക്കെ ഇതിൻ്റെ ഒരു എഫക്റ്റ് ആയിട്ടുണ്ടാവും. ഇനി നമ്മുടെ നെർവസ് സിസ്റ്റവും എൻഡോക്രൈൻ സിസ്റ്റവും തമ്മിൽ വലിയൊരു കണക്ഷൻ ഉണ്ട്. എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ ചിന്തകളും വികാരങ്ങളും ഹോർമോണുകളെ ഇൻഫ്ലുവൻസ് ചെയ്യാറുണ്ട്. തിരിച്ച് ഹോർമോണുകൾ നമ്മുടെ ബ്രെയിനിൻ്റെ വർക്കിങ്സിനെ അതുപോലെ തന്നെ നമ്മുടെ ബിഹേവിയറിനൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യാറുണ്ട്. ഫോർ എക്സാമ്പിൾ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് സൈക്കോളജിക്കലായിട്ടുള്ള സ്ട്രെസ് ഉണ്ടാവുമ്പോൾ അത് HPA ആക്സിസ് അഥവാ ഹ്യൂമൻ പിറ്റ്യൂട്ടറി അഡ്രീനൽ ആക്സിസിനെ ആക്ടിവേറ്റ് ചെയ്ത് കോർട്ടിസോള് പുറത്തുവിടുകയും ഇത് നമ്മുടെ മൂഡിനെ മാറ്റുകയൊക്കെ ചെയ്യും. ഇതുപോലെ തന്നെ നമ്മുടെ എല്ലാ മാനസിക അനുഭവങ്ങൾക്കും പിന്നിൽ ഇത്തരത്തിലുള്ള ചില വ്യക്തമായിട്ടുള്ള ജൈവികമായ ബയോളജിക്കലായിട്ടുള്ള റീസൺസ് നമുക്ക് കാണാൻ പറ്റും. നമുക്കിനി കുറച്ചുകൂടി ആഴത്തിലേക്ക്, അതായത് നമ്മുടെ ജീവിതത്തിൻ്റെ തന്നെ അടിസ്ഥാനപരമായിട്ടുള്ള രൂപരേഖയായി ബ്ലൂ പ്രിൻ്റ് ആയിട്ടുള്ള ജീനുകളെക്കുറിച്ച് നോക്കാം. ജീനുകളെന്ന് പറയുന്നത് DNA-യുടെ ചെറിയ ഭാഗങ്ങളാണ്. ഇവ നമ്മുടെ കോശങ്ങളിലെ പ്രധാന ജോലിക്കാരായ പ്രോട്ടീനുകൾ നിർമ്മിക്കാനുള്ള ഇൻസ്ട്രക്ഷൻസ് നൽകുന്നുണ്ട്. നമ്മുടെ ബ്രെയിനിലെ കോശങ്ങളുടെ ഘടന മുതൽ ന്യൂറോ ട്രാൻസ്മിറ്ററുകളുടെ അതുപോലെ ഹോർമോണുകളുടെയൊക്കെ ഉൽപ്പാദനം വരെ എല്ലാം തീരുമാനിക്കുന്നത് ഈ പ്രോട്ടീനുകളാണ്. പല മാനസികമായിട്ടുള്ള പ്രത്യേകത സൈക്കോളജിക്കൽ ട്രെയ്റ്റുകളും അതുപോലെ തന്നെ ഡിസോർഡേഴ്സും പാരമ്പര്യമായിട്ട് ലഭിക്കാൻ സാധ്യതയുള്ളവയാണ്. നമ്മൾ ഇത് പ്രധാനമായിട്ടും പഠിക്കുന്നത് ഇരട്ട കുട്ടികളെ ഒബ്സർവ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ദത്തെടുക്കപ്പെട്ട കുട്ടികളിൽ പഠനങ്ങളൊക്കെ നടത്തിയിട്ടൊക്കെയാണ്. ഫോർ എക്സാമ്പിൾ ഒരാളുടെ ഇൻ്റലിജൻസ്, അതുപോലെ പേഴ്സണാലിറ്റി ക്യാരക്ടറിസ്റ്റിക്സ്, പിന്നെ സ്കിസോഫ്രേനിയ, ബൈപോളാർ ഡിസോർഡർ പോലെയുള്ള മാനസിക പ്രശ്നങ്ങൾ എന്നിവയ്ക്കൊക്കെ വലിയൊരു ജെനറ്റിക് കമ്പോണൻ്റ് ഉള്ളതായിട്ട് റിസർച്ച് സൂചിപ്പിക്കുന്നുണ്ട്.
എന്നാൽ ഇതിനർത്ഥം നിങ്ങൾക്ക് ഒരു പ്രത്യേക ജീൻ ഉണ്ടെങ്കിൽ ഈ അസുഖം എന്തായാലും വരും എന്നുള്ളതല്ല കേട്ടോ. മറിച്ച് അത്തരമൊരു സാധ്യത, പ്രീ ഡിസ്പോസിഷൻ അല്ലെങ്കിൽ ഒരു വർദ്ധിച്ച സാധ്യത ഉണ്ട് എന്നുള്ളത് മാത്രമാണ്. ഇവിടെ ജീനുകളും സാഹചര്യങ്ങളും തമ്മിലുള്ള ഇടപഴകൽ, ജീൻ എൻവിയോൺമെൻറ്റ് ഇൻട്രാക്ഷൻ എന്ന ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ പേഴ്സണാലിറ്റി ഉൾപ്പെടെയുള്ള പല കാര്യങ്ങളും നമ്മുടെ ചുറ്റുപാടുകളും ജീനുകളും തമ്മിലുള്ള നിരന്തരമായിട്ടുള്ള ഇൻ്ററാക്ഷൻ്റെ ഒരു ഫലമാണ്. ഒരു പ്രത്യേക ജനറ്റിക് പ്രീ ഡിസ്പോസിഷൻ പുറത്തു വരണമെങ്കിൽ അതിന് അനുകൂലമായിട്ടുള്ള അല്ലെങ്കിൽ അതിനെ പ്രേരിപ്പിക്കുന്ന സാഹചര്യങ്ങൾ കൂടി ഉണ്ടാവണം. ഫോർ എക്സാമ്പിൾ, ഒരാൾക്ക് ചിലപ്പോൾ ഡിപ്രഷൻ വരാൻ സാധ്യതയുള്ള ഒരു ജീന് ഉണ്ട് എന്ന് വിചാരിക്കുക. പക്ഷേ ജീവിതത്തിൽ വലിയ തോതിലുള്ള മാനസിക സമ്മർദ്ദങ്ങളൊന്നും അയാൾ നേരിടുന്നില്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ജീന് പുറത്തു വന്നോളണം എന്നില്ല. അപ്പോൾ അത്തരം സാഹചര്യങ്ങളിൽ ആ ജീന് നിശബ്ദമായിട്ട് ചിലപ്പോൾ ഇരുന്നേക്കാം എന്നുള്ളതാണ്. ഇവിടെയാണ് എപ്പി ജെനറ്റിക്സ് എന്ന വളരെ ആവേശകരമായിട്ടുള്ള ഒരു മേഖലയെക്കുറിച്ച് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടത്. ജീനുകളും സാഹചര്യങ്ങളും തമ്മിലുള്ള ഈ ബന്ധത്തെ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ ഇത് നമ്മളെ ഹെൽപ്പ് ചെയ്യും. എപ്പി എന്ന വാക്കിൻ്റെ അർത്ഥം മുകളിൽ, എബോവ് എന്നുള്ളതാണ്. അതായത് നമ്മുടെ DNA ഘടനയിൽ മാറ്റം വരുത്താതെ തന്നെ ഏത് ജീന് വർക്ക് ചെയ്യണം അല്ലെങ്കിൽ ഓൺ ആവണം, അല്ലെങ്കിൽ ഏത് ജീന് വർക്ക് ആവരുത്, ഓഫായിരിക്കണം എന്ന് തീരുമാനിക്കുന്ന ഒരു പ്രക്രിയയാണത്. നമ്മുടെ ജീവിതത്തിലുടനീളം നമ്മൾ കഴിക്കുന്ന ഫുഡ്, നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന സ്ട്രെസ്സ്, നമുക്കുണ്ടാകുന്ന ട്രോമകൾ, എക്സസൈസ്, പിന്നെ ടോക്സിൻസ്, എന്തിന് നമ്മുടെ സോഷ്യൽ ആയിട്ടുള്ള എക്സ്പീരിയൻസുകൾ പോലും ഈ എപ്പി ജെനറ്റിക്സ് മാർക്കിങ്സിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ അനുഭവങ്ങൾ, പ്രത്യേകിച്ച് ചെറുപ്പകാലത്തെ അനുഭവങ്ങളും പിന്നെ വിട്ടുമാറാത്ത സ്ട്രെസ്സും ഒക്കെ എങ്ങനെയാണ് നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിലേക്ക് കടന്നു ചെന്ന് ബ്രെയിൻ എന്ന അവയവത്തിൻ്റെ പ്രവർത്തനങ്ങളെയും ആരോഗ്യത്തെയും പെരുമാറ്റത്തെയും ഒക്കെ ദീർഘകാലത്തേക്ക് ബാധിക്കുന്നത് എന്നതിന് ഈ എപ്പി ജെനറ്റിക്സ് ഒരു വ്യക്തമായിട്ടുള്ള ഉത്തരം നൽകുന്നുണ്ട്. നമ്മുടെ പെരുമാറ്റം എന്ന് പറയുന്നത് നമുക്ക് പാരമ്പര്യമായിട്ട് കിട്ടിയ ജീനുകളുടെ മാത്രം ഒരു ഫലമല്ല, അല്ലെങ്കിൽ നമ്മൾ ജീവിക്കുന്ന സാഹചര്യങ്ങളുടെ മാത്രം ഫലവുമല്ല. മറിച്ച് ഇവ രണ്ടും തമ്മിൽ എപ്പി ജെനറ്റിക്സിൻ്റെ ഹെൽപ്പോടെ നിരന്തരം നടത്തുന്ന ഒരു സംഭാഷണത്തിൻ്റെ, ഒരു ഇൻ്ററാക്ഷൻ്റെ ഫലമാണ്. ന്യൂറോ സയൻസിലെ ഏറ്റവും മനോഹരമായ കണ്ടുപിടുത്തങ്ങളിൽ ഒന്നാണ് ന്യൂറോപ്ലാസ്റ്റിസിറ്റി. അതായത് നമ്മുടെ ബ്രെയിൻ എന്ന് പറയുന്നത് ഒരിക്കലും മാറാത്ത ഒരു അവയവമല്ല, മറിച്ച് നമ്മൾ ചെയ്യുന്നതും ചിന്തിക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങളെല്ലാം അതിനെ ഓരോ നിമിഷവും രൂപപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ അനുഭവങ്ങൾ, പഠിക്കുന്ന കാര്യങ്ങൾ, നമുക്കുണ്ടാകുന്ന പരിക്കുകൾ അല്ലെങ്കിൽ രോഗങ്ങൾ, ഇതിനോടൊക്കെയുള്ള റെസ്പോൺസൊക്കെ ആയിട്ട് നമ്മുടെ ജീവിതത്തിലുടനീളം സ്വയം മാറാനും അഡാപ്റ്റ് ചെയ്യാനും റീ ഓർഗനൈസ് ചെയ്യാനും ഒക്കെയുള്ള ബ്രെയിനിൻ്റെ വളരെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു കഴിവിനെയാണ് ന്യൂറോപ്ലാസ്റ്റിസിറ്റി എന്ന് വിളിക്കുക. ബ്രെയിനിൻ്റെ ഡൈനാമിക്കായ ഈ സ്വഭാവത്തെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ, പണ്ട് ആളുകൾ വിശ്വസിച്ചിരുന്നത് ഒരു പ്രത്യേക പ്രായം കഴിഞ്ഞാൽ ബ്രെയിൻ ഒരു പണി തീർന്ന ബിൽഡിങ് പോലെ മാറ്റമില്ലാതെ നിൽക്കുമെന്നാണ്. അതൊരു തെറ്റിദ്ധാരണയാണ്. ബ്രെയിൻ ഒരു ഫിനിഷ്ഡ് ആയിട്ടുള്ള ബിൽഡിങ്ങിനെ പോലെ അല്ല ശരിക്കും, മറിച്ച് അതൊരു ബിസി ആയിട്ടുള്ള സിറ്റി പോലെയാണ്. അവിടെ എപ്പോഴും പുതിയ പുതിയ റോഡുകൾ പണിയുന്നുണ്ട്, പഴയ റോഡുകൾ റീറൂട്ട് ചെയ്യപ്പെടുന്നുണ്ട്. അതായത് ചില കണക്ഷൻസ് സ്ട്രോങ് ആവുന്നുണ്ട്, ചിലത് വീക്ക് ആവുന്നുണ്ട് എന്നൊക്കെ പറയാം. ഇനി ഈ ഒരു മാറ്റങ്ങൾ സംഭവിക്കുന്ന രീതികൾ അഥവാ പ്ലാസ്റ്റിസിറ്റിയുടെ മെക്കാനിസങ്ങളെ നമുക്കൊന്ന് പരിചയപ്പെടാം. ഇതിലേറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള ഒന്നാണ് സിനാപ്റ്റിക് പ്ലാസ്റ്റിസിറ്റി. ഇതിൽ ലോങ് ടേം പൊട്ടൻസിയേഷൻ എന്ന പ്രക്രിയ വഴി രണ്ട് ന്യൂറോണുകൾ ഒരേ സമയം ആവർത്തിച്ച് പ്രവർത്തിക്കുമ്പോൾ അവ തമ്മിലുള്ള കണക്ഷൻ കൂടുതൽ എഫിഷ്യൻ്റ് ആവുന്ന ഒരു പ്രോസസ്സുണ്ട്. ഒരേ വഴിയിലൂടെ നമ്മൾ ഇടയ്ക്കിടെ നടക്കുമ്പോൾ അതൊരു നല്ല റോഡായിട്ട് മാറുന്നത് പോലെ എന്ന് വേണമെങ്കിൽ പറയാം. ഇതാണ് നമ്മുടെ പഠനത്തിൻ്റെയും ഓർമ്മയുടെയും ഒക്കെ സെല്ലുലാർ ബേസിസ് എന്ന് വേണമെങ്കിൽ പറയാം. അതേസമയം തന്നെ ഉപയോഗിക്കാത്ത കണക്ഷൻസ് ഇല്ലാതാവുകയും ചെയ്യുന്നുണ്ട്. അതിനെ ലോങ് ടേം ഡിപ്രഷൻ എന്ന് പറയും. ഇത് കൂടാതെ പുതിയ ന്യൂറോണുകൾ ഉണ്ടാകുന്ന ന്യൂറോ ജെനിസിസ് എന്ന പ്രതിഭാസവും നമ്മുടെ ബ്രെയിനിൽ നടക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഓർമ്മകളുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ഭാഗമായിട്ടുള്ള ഹിപ്പോ ക്യാമ്പസിലൊക്കെ ഈ ന്യൂറോജെനിസിസ് സംഭവിക്കുന്നുണ്ട്. ഇത് പ്രായമായവരിലും സംഭവിക്കുന്നുണ്ട് എന്നുള്ളതാണ്. എക്സസൈസ്, പുതിയ കാര്യങ്ങൾ പഠിക്കലൊക്കെ ഈ ന്യൂറോ ജെനിസിസിന് നമ്മളെ ഹെൽപ്പ് ചെയ്യും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് കോർട്ടിക്കൽ റീ ഓർഗനൈസേഷൻ. അതായത് ബ്രെയിനിൻ്റെ ഒരു ഭാഗത്തിന് എന്തെങ്കിലും
ഡാമേജ് സംഭവിക്കുകയോ അല്ലെങ്കിൽ ഒരു അവയവത്തിൽ നിന്നുണ്ടാവുന്ന ഇൻഫർമേഷൻസ് റിസീവ് ചെയ്യാൻ പറ്റാതെ വരികയോ ഒക്കെ ചെയ്യുമ്പോൾ ബ്രെയിനിലെ മറ്റ് ഭാഗങ്ങൾ ആ ജോലി ഏറ്റെടുക്കുന്ന ഒരു പ്രോസസ്സാണത്. ഒരാൾക്കൊരു കൈ നഷ്ടപ്പെട്ടു എന്ന് കരുതുക. ആ കയ്യിൽ നിന്നുള്ള വിവരങ്ങൾ കൈകാര്യം ചെയ്തിരുന്ന ബ്രെയിനിലെ ഭാഗം തൊട്ടടുത്തുള്ള ശരീരഭാഗങ്ങളിൽ നിന്നുള്ള വിവരങ്ങൾ ശേഖരിക്കാൻ തുടങ്ങും. അതുകൊണ്ടാണ് കൈ നഷ്ടപ്പെട്ടവർക്ക് നഷ്ടപ്പെട്ട കയ്യിൽ പെയിന്, അതുപോലെ ടച്ച് ഒക്കെ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫാൻറ്റം ലിംബ് ഫിനോമിനൺ എന്ന് പറയുന്ന അവസ്ഥ ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് ഒക്കെ പോലെയുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് പോലെ എന്തെങ്കിലും ഒരു സ്കിൽഡ് ആയിട്ടുള്ള ആളുകളുടെ ബ്രെയിനിൽ അവർ കൂടുതൽ ഉപയോഗിക്കുന്ന അത്തരം കഴിവുകൾക്കായിട്ട് വലിയൊരു ഭാഗം തന്നെ മാറ്റിവെക്കപ്പെട്ടിട്ടുണ്ടാവും. ന്യൂറോ പ്ലാസ്റ്റിസിറ്റിയുടെ പ്രാക്ടിക്കലായിട്ടുള്ള ഇംപ്ലിക്കേഷൻസ് വളരെ വലുതാണ്. നമ്മൾ പഠിക്കുന്ന ഓരോ പുതിയ കാര്യവും നമ്മുടെ ബ്രെയിനിനെ അല്ലെങ്കിൽ നമ്മുടെ ബ്രെയിനിൽ മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. സ്ട്രോക്ക് പോലെയുള്ള അസുഖങ്ങളൊക്കെ വന്ന ആളുകൾക്ക് വീണ്ടും കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുന്നതൊക്കെ ബ്രെയിന് സ്വയം ഇത്തരത്തിൽ റീവയർ ചെയ്യുന്നതുകൊണ്ടാണ്. മാനസികാരോഗ്യത്തിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ കോഗ്നിറ്റീവ് ബിഹേവിയറൽ തെറാപ്പി പോലെയുള്ള ട്രീറ്റ്മെൻറ്റ്സിൽ നമ്മുടെ ചിന്താ രീതികൾ മാറ്റുന്നതിലൂടെ ബ്രെയിനിലെ ന്യൂറൽ പാത്വേഴ്സിനെ തന്നെ ശരിക്കും മാറ്റുന്നുണ്ട് എന്നുള്ളത്. പിന്നെ ലഹരി ഉപയോഗം, അഡിക്ഷനൊക്കെ പോലെയുള്ള പ്രശ്നങ്ങളിൽ നിന്ന് തിരിച്ചു വരാനും ഈ ഒരു പ്രോസസ്സ് നമ്മളെ ഹെൽപ്പ് ചെയ്യും. പറഞ്ഞു വരുന്നത് ഏത് പ്രായത്തിലും നമുക്ക് പുതിയ കാര്യങ്ങൾ പഠിക്കാൻ കഴിയും എന്നുള്ളതാണ്. അതിന് കാരണം നമ്മുടെ ബ്രെയിന് ഇതുപോലെ പ്ലാസ്റ്റിക് ആണ് എന്നുള്ളത് തന്നെയാണ്. ഇനി ബയോളജിയും ബിഹേവിയറും തമ്മിലുള്ള ബന്ധം കുറച്ചും കൂടെ ക്ലിയർ ആയിട്ട് മനസ്സിലാവാൻ ഞാൻ കുറച്ച് എക്സാമ്പിൾസ് പറയാം. ഡിപ്രഷൻ്റെ കാര്യം തന്നെ നമുക്കെടുക്കാം. ഡിപ്രഷൻ എന്ന് പറയുന്നത് വെറും മാനസികമായിട്ടുള്ള ഒരു ബുദ്ധിമുട്ട് മാത്രമല്ല. അതിന് പിന്നിൽ സെറാട്ടോണിൻ പോലെയുള്ള ന്യൂറോ ട്രാൻസ്മിറ്ററുകളുടെ പ്രവർത്തനം അഥവാ അളവിലുള്ള മാറ്റങ്ങളും പിന്നെ ബ്രെയിനിൻ്റെ ഘടനയിലുള്ള വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. ലഹരി ഉപയോഗം ശരിക്കും ബ്രെയിനിൻ്റെ പ്രവർത്തനങ്ങളെ തന്നെ തകിടം മറിക്കുന്നുണ്ട്. ഇത് ബ്രെയിനിലെ റിവാർഡ് പാത്വേകളെ ഹൈജാക്ക് ചെയ്യുകയും അതുവഴി നമുക്ക് തീരുമാനമെടുക്കാനുള്ള കഴിവ് ഇല്ലാതാവുകയൊക്കെ ചെയ്യും. പേടിയും ആങ്സൈറ്റിയും ഉണ്ടാകുമ്പോൾ അമിഗ്ഡല എന്ന ബ്രെയിനിലെ ഭാഗം ആക്റ്റീവ് ആവുകയും അത് അഡ്രിനാലിൻ, കോർട്ടിസോൾ തുടങ്ങിയ ഹോർമോണുകൾ റിലീസ് ആവാൻ കാരണമാവുകയും ചെയ്യും. നമ്മളൊരു പുതിയ ഭാഷ പഠിക്കുമ്പോൾ പോലും ബ്രെയിനിലെ സിനാപ്റ്റിക് കണക്ഷൻസ് സ്ട്രോങ് ആവുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ മനസ്സിനെയും ശരീരത്തെയും കുറിച്ചിട്ടുള്ള ആ പഴയ ചോദ്യത്തിൽ നിന്നാണ് നമ്മൾ ഇന്നത്തെ ഡിസ്കഷൻ തുടങ്ങിയത്. ഇപ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങൾ വളരെ ക്ലിയറായി എന്ന് ഞാൻ വിചാരിക്കുന്നു. അഥവാ വേറിട്ട് നിൽക്കുന്ന രണ്ട് കാര്യങ്ങളല്ല മനസ്സും ശരീരവും എന്നുള്ളതാണ്. ഇറ്റ്സ് ലൈക്ക് ടു സൈഡ്സ് ഓഫ് ദ സെയിം കോയിൻ. അവയെ ഒരിക്കലും വേർപെടുത്താൻ കഴിയില്ല എന്നുള്ളതാണ്. നമ്മുടെ സൈക്കോളജിക്കലായിട്ടുള്ള കാര്യങ്ങൾ ആക്ച്വലി ഇറ്റ്സ് ബയോളജി ഇൻ ആക്ഷൻ. ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുമ്പോൾ ശരിക്കും മനുഷ്യൻ്റെ അനുഭവങ്ങളുടെ കുറയല്ല ചെയ്യുന്നത്, മറിച്ച് അവയെ കൂടുതൽ ആഴത്തിൽ അപ്രീഷിയേറ്റ് ചെയ്യാൻ നമുക്ക് സാധിക്കുകയാണ് ചെയ്യുന്നത്. മാനസികമായിട്ടുള്ള അസുഖങ്ങളാവട്ടെ, അത് ചികിത്സിക്കാൻ ബ്രെയിനിലെ കെമിക്കൽ മാറ്റങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. കുട്ടികളുടെ പഠന രീതികൾ മെച്ചപ്പെടുത്താൻ ന്യൂറോ പ്ലാസ്റ്റിസിറ്റിയെക്കുറിച്ചിട്ടുള്ള ശരിയായ ധാരണ ഉണ്ടായാൽ വളരെ നല്ലതാണ്. നല്ല രീതിയിലുള്ള ഡെവലപ്മെൻറ്റ് കുട്ടികളിൽ ഉണ്ടാക്കിയെടുക്കാൻ ജീനുകളും സാഹചര്യങ്ങളും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് അറിവുണ്ടാവുന്നത് വളരെ നല്ലതാണ്. നമ്മുടെ പെരുമാറ്റങ്ങളുടെ ജൈവികമായ വേരുകൾ, ബയോളജിക്കൽ റൂട്ട്സ് അന്വേഷിച്ചുകൊണ്ടുള്ള ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കുന്നില്ല. പുതിയ ന്യൂറോണുകളും സർക്യൂട്ടുകളും എപ്പിജെനറ്റിക് രീതികളും മെക്കാനിസങ്ങളും ഒക്കെ നമ്മൾ ഇപ്പോഴും കണ്ടെത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയും ഒരുപാട് കണ്ടെത്താനും സാധ്യതയുണ്ട്. എന്നിരുന്നാലും ഒരു കാര്യം ഉറപ്പാണ്, ഹ്യൂമൻ കണ്ടീഷൻ ശരിക്കും മനസ്സിലാക്കണമെങ്കിൽ അതിൻ്റെ ഓരോ ഘട്ടത്തിലും ഓരോ ടേണിലും സൈക്കോളജിയും ബയോളജിയും തമ്മിൽ കൂടിക്കലരുന്നുണ്ട് എന്ന വലിയ സത്യം നമ്മൾ അംഗീകരിക്കേണ്ടതുണ്ട്. താങ്ക് യു ഫോർ വാച്ചിങ്. തിങ്ക് അബൌട്ട് ഇറ്റ്.